ഹലോ എവ്രി വൺ. സോ റിസർച്ചിലെ തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു പോർഷൻ ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിൻ്റെ ഒരു അടുത്ത പോർഷൻ അല്ലെങ്കിൽ അടുത്ത പാർട്ടായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കഴിഞ്ഞു, പ്രോബ്ലം സെറ്റ് ചെയ്തു. ആ പ്രോബ്ലം സെറ്റ് ചെയ്ത് നമ്മളൊരു സാമ്പിൾ സെലക്ട് ചെയ്തു. സാമ്പിൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്ന വേരിയബിൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യണം. സോ അങ്ങനെ ഉള്ള ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡാറ്റ കളക്ഷൻ എന്ന് പറയുക. അപ്പം റിവ്യൂ ഓഫ് ലിറ്ററേച്ചറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കുന്ന വേരിയബിൾസിനെ കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ കളക്ഷൻ എന്ന് പറയുക. സോ അങ്ങനെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സിലൂടെയാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ മുന്നേ തന്നെ നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ലൈക്ക് ഒബ്സർവേഷൻ മെത്തേഡ് ഉണ്ട്, ഇൻ്റർവ്യൂ മെത്തേഡ് ഉണ്ട്, ക്വസ്റ്റ്യനെയർ ഉണ്ട്, അങ്ങനെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. സോ ഈ ഒരു പോർഷനിൽ നമ്മൾ ഈ പറയപ്പെട്ട ഡാറ്റ കളക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സിന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. എസ്പെഷ്യലി ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, ക്വസ്റ്റ്യനെയർ, പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ മെയിനായിട്ടും പഠിക്കാം. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് നമ്മളെ ടോപ്പിക്കായിട്ടുള്ള ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഡാറ്റ കളക്ഷൻ മെത്തേഡിനെയാണ്. അപ്പോൾ നമ്മൾ ജനറലായിട്ട് ഡിസ്കസ് ചെയ്യുക ഒബ്സർവേഷനെ കുറിച്ചും അതേപോലെ തന്നെ ഇൻ്റർവ്യൂവിനെ കുറിച്ചും ദെൻ ക്വസ്റ്റ്യനെയേഴ്സിനെ കുറിച്ചാണ് മെയിനായിട്ടും നമ്മൾ ഡാറ്റ കളക്ഷൻ മെത്തേഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഡാറ്റ കളക്ഷൻ മെത്തേഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ജനറലി അറിയുന്നുണ്ടാവും, നമ്മൾ ഓൾറെഡി നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡാറ്റ കളക്ഷനാണ്. ചെറുതായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വലുതായിട്ടാണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ്, അല്ലേ? സോ നമ്മൾ ബിഹേവിയറൽ റിസർച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മൾ ബിഹേവിയറൽ റിസർച്ച് എന്ന് പറയുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മൾ ബിഹേവിയറൽ റിസർച്ച് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനെയേഴ്സും അതേപോലെ തന്നെ ഇൻ്റർവ്യൂസുമാണ്, അല്ലേ? സോ ക്വസ്റ്റ്യനെയേഴ്സ് ആൻഡ് ഇൻ്റർവ്യൂസ് ആർ വെരി കോമൺ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ആണ്. എസ്പെഷ്യലി ഇൻ ബിഹേവിയറൽ റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ആണ് ഏതെന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനെയറും ഇൻ്റർവ്യൂസും. സോ അപ്പം എല്ലാ കേസിലും ഈ പറയപ്പെട്ട ക്വസ്റ്റ്യനെയേഴ്സും ക്വസ്റ്റ്യനെയേഴ്സും ഇൻ്റർവ്യൂസൊക്കെ ആപ്റ്റ് ആയിക്കൊള്ളുന്നില്ല. ചില കേസിൽ നമ്മൾ ചില സിറ്റുവേഷൻസിൽ നമ്മൾ പല രീതിയിലുള്ള, ഫോർ എക്സാമ്പിൾ വെൻ ദ ഇൻവെസ്റ്റിഗേറ്റർ വാണ്ട്സ് ടു സീ ദ ബിഹേവിയർ ഇൻ എ നാച്ചുറൽ സെറ്റിംഗ്. നമ്മളിപ്പം ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ റിസർച്ചർ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ പഠിക്കുകയാണ് എങ്ങനെയുള്ള സിറ്റുവേഷനിൽ, ഒരു നാച്ചുറൽ സെറ്റിങ്സിൽ അല്ലെങ്കിൽ നാച്ചുറൽ സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഒരാളുടെ ബിഹേവിയർ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. സോ അങ്ങനെയുള്ള കേസിൽ പഠിക്കാൻ വിചാരിക്കുകയാണ്. അങ്ങനെയുള്ള കേസിൽ ഇൻ്റർവ്യൂസും ക്വസ്റ്റ്യനെയേഴ്സും അത്ര ഇപ്പം ഓരോ ടൂളിനും അതിൻ്റേതായിട്ടുള്ള മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള നാച്ചുറൽ സിറ്റുവേഷൻസിൽ ബിഹേവിയർ പഠിക്കുന്ന കേസിലൊന്നും നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനേഴ്സിനും ഇൻ്റർവ്യൂസിനും അത്രത്തോളം റോളില്ല. സോ ക്ലാരിറ്റിയിൽ അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ സം ഫോം ഓഫ് ഒബ്സർവേഷൻ ബിക്കം ഡിസ്പെൻസിബിൾ. ഇങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഒബ്സർവേഷൻ എന്നുള്ളത് നോക്കാം. സോ നമ്മൾ സിംപ്ലി ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഒബ്സർവിങ് സം പേഴ്സൺസ് ബിഹേവിയർ ഓർ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ
ആക്ടിവിറ്റീസ് ഓർ പെർഫോമൻസ് അങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് നമ്മൾ ഒബ്സർവേഷനിലൂടെ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. സോ ഒബ്സർവേഷൻ ഈസ് ദ മെത്തേഡ് ഇൻ വിച്ച് ദ ഇൻവെസ്റ്റിഗേറ്റർ കോൺസ്റ്റൻ്റ്ലി ഒബ്സർവ് ദ പേഴ്സൺസ് ബിഹേവിയർ. മറ്റൊരാളുടെ ബിഹേവിയർ കോൺസ്റ്റൻ്റ്ലി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെയാണ്, ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുക. സോ ഒബ്സർവേഷൻ ആസ് എ ഫണ്ടമെൻ്റൽ ടെക്നിക് ഫോർ ഡാറ്റ കളക്ഷൻ. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ടെക്നിക്കാണ്. refers to watching and listening to the behavior of other person over time without the manipulating and controlling it, and record finding in ways that allow some degree of analytical interpretation and discussion. So observation എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ നമ്മൾ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്. അതിൽ നമ്മൾ എന്താ ചെയ്യുക, റെഫേഴ്സ് ടു വാച്ചിങ് ആൻഡ് ലിസണിങ്. നമ്മൾ വാച്ച് ചെയ്യും, അതേസമയം ലിസൺ ചെയ്യും ടു ദ ബിഹേവിയർ ഓഫ് ദ അതർ പേഴ്സൺ ഓവർ ടൈം. ആ ഒരു പേഴ്സൻ്റെ ബിഹേവിയർ നമ്മൾ വാച്ച് ചെയ്തിട്ട് ലിസൺ ചെയ്തിട്ട് കൺസിസ്റ്റൻ്റ്ലി നമ്മളത് വാച്ച് ചെയ്ത് ലിസൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അതിലെന്തില്ല, വിത്തൗട്ട് ദ മാനിപ്പുലേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഇറ്റ്. ഇപ്പോൾ ഒബ്സർവേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക എന്നല്ലാതെ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മൾ വേരിയബിൾസ് ചേഞ്ച് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഉള്ള അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല അവിടെ. സോ നമ്മൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ, ഒരു പേഴ്സണിൻ്റെ അവരെ വാച്ച് ചെയ്തിട്ട് അവരെ ലിസൺ ചെയ്തിട്ട് അവരുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വാച്ച് ചെയ്തിട്ട് വിത്തൗട്ട് എനി മാനിപ്പുലേഷൻ ആൻഡ് കൺട്രോളിങ് ഓഫ് വേരിയബിൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെക്കോർഡ്സും അല്ലെങ്കിൽ അതിൻ്റെ ഫൈൻഡിങ്സൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അതിലൂടെ ഇൻ്റർപ്രിട്ടേഷനും ഡിസ്കഷനും നമ്മൾ നടത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇപ്പം ടീച്ചേഴ്സിൻ്റെ ഒരു ക്ലാസ് റൂം ബിഹേവിയേഴ്സ് നിങ്ങൾ അനലൈസ് ചെയ്യാമെന്ന് വിചാരിക്കുക. സോ അതൊരു കൈൻഡ് ഓഫ് ഒബ്സർവേഷണൽ മെത്തേഡാണ്. അപ്പം ഓരോ ഹവറിലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ക്ലാസ് റൂമിൽ, അതായത് നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ നോക്കണം എന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്തോ അല്ലാതെ നിങ്ങളോട് എൻഗേജ്ഡ് ആവുന്ന സമയത്തോ നിങ്ങൾ അറിയാണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അറിയുന്നുണ്ടാവും. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ വാച്ച് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റർപ്രിട്ടേഷനും ഡിസ്കഷനിലേക്കും എത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതേ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അതായത് ഒബ്സർവേഷൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇൻവെസ്റ്റിഗേറ്റർ ഒബ്സർവ് ദ ബിഹേവിയർ ഓഫ് ദ പേഴ്സൺ ഇൻ എക്സ്പെരിമെൻ്റൽ സിറ്റുവേഷൻ, നോട്ടീസ് വേരിയസ് എക്സ്പ്രഷൻ ഓഫ് ദി ഇൻ്റർവ്യൂസ് ഓർ റെസ്പോണ്ടൻറ്റ് ഡ്യൂറിങ് ദി ഇൻ്റർവ്യൂ. ഇപ്പോൾ ഒരാൾ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് ഇൻ്റർവ്യൂവിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എന്നുള്ളത് നോട്ട് ചെയ്യുക. വാച്ച് പീപ്പിൾ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ ഓർ ഐറ്റംസ് ദ ക്വസ്റ്റ്യനെയർ ആൻഡ് സോ ഓൺ. അപ്പം ഇവരെങ്ങനെയാണ് ക്വസ്റ്റ്യനെയർ ആൻസർ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനോട് ആൻസർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് വാച്ച് ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് ഒരു കൈൻഡ് ഓഫ് എക്സ്പെരിമെൻ്റൽ ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്. സോ ഇനി ഒരു ഒരു ഡെഫിനിഷൻ ബൈ വിക് 1968. ഒബ്സർവേഷൻ ഇൻക്ലൂഡ് ബ്രോഡ്ലി സെലക്ടിങ്, റെക്കോർഡിംഗ് ആൻഡ് എൻകോഡിംഗ്. അപ്പം അത് ഒരു ഓർഡറിൽ പഠിച്ചു നോക്കുക. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് ഇൻക്ലൂഡ് ബ്രോഡ്ലി ദ സെലക്ഷൻ, അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വിചാരിക്കുന്ന ആ ഒരു വേരിയബിൾ സെലക്ട് ചെയ്യുക, പിന്നെ അത് എന്താണെന്നുള്ള മാറ്റം അല്ലെങ്കിൽ എന്താണെന്നുള്ളത് റെക്കോർഡ് ചെയ്യുക, പിന്നെ അതിനെ എൻകോഡ് ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക. സോ അതിലൂടെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ തിയറീസ് അതിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ ഒബ്സർവേഷൻ വിച്ച് ഇൻക്ലൂഡ് ബ്രോഡ്ലി സെലക്ടിങ്, recording and encoding behavior of empirical aims of description or development of theories. ഓക്കെ, സോ മെയിൻലി ഫ്യൂച്ചേഴ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു പോകാം. ഇപ്പം ഒബ്സർവേഷനൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്കാണ്. ജസ്റ്റ് വായിച്ച് പോയാൽ തന്നെ നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടിയത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒബ്സർവേഷൻ യൂഷ്വലി ഒക്കേഴ്സ് ഇൻ നാച്ചുറൽ സെറ്റിങ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എപ്പോഴാണ് നമ്മൾ ഇപ്പം നാച്ചുറൽ സെറ്റിങ്സിൽ പൊതുവെ ഇൻ്റർവ്യൂവും ക്വസ്റ്റ്യനേഴ്സൊക്കെ അത്രത്തോളം എഫക്റ്റീവ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ നാച്ചുറൽ സെറ്റിങ്സിലുള്ള ബിഹേവിയേഴ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്സർവേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഒബ്സർവേഷൻ യൂഷ്വലി ഒക്കേഴ്സ് ഇൻ നാച്ചുറൽ സെറ്റിങ്സ്. ഒബ്സർവേഷൻ എപ്പോഴും
നല്ലത് അല്ലെങ്കിൽ നടക്കുന്നത് നാച്ചുറൽ സെറ്റിങ്സിലാണ് കൂടുതലായിട്ടും നടക്കുന്നത്. although it can also be used in such controlled settings as laboratory experiment and stimulation. അതുകൂടാണ്ട് നാച്ചുറൽ സെറ്റിങ്സിലാണ് മെയിൻലി സ്പെസിഫിക്കലി നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതുകൂടാണ്ട് ഇപ്പോൾ നമ്മൾ ലബോറട്ടറി എക്സ്പെരിമെൻറ്റിലും അതല്ലെങ്കിൽ സ്റ്റിമുലേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലാബ് സെറ്റിങ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒബ്സർവേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. So it identify important regularity recurrence in social life by comparing and contrasting the idea or data obtained in particular study of those of obtained in the study of various natural settings. So രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ഐഡൻറ്റിഫൈ ഇമ്പോർട്ടൻറ്റ് റെഗുലാരിറ്റി റെക്കറൻസസ് ഇൻ സോഷ്യൽ ലൈഫ്. സോ നമ്മൾ ഒബ്സർവേഷനിലൂടെ ഓൾറെഡി ഇപ്പോൾ കണ്ടുവച്ചിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തു വെച്ചിട്ടുള്ള സ്റ്റഡീസിൻ്റെ റിസൾട്ടും ഇപ്പം വേരിയസ് നാച്ചുറൽ സെറ്റിങ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ആ ഒരു റെഗുലാരിറ്റി അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിലെ സോഷ്യൽ ബിഹേവിയറിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്, റെഗുലാരിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് ഇപ്പം ഓൾറെഡി ചെയ്തു വെച്ച സ്റ്റഡീസും പല സിറ്റുവേഷൻസിലായിട്ട് നാച്ചുറൽ സെറ്റിങ്സിൽ നടക്കുന്ന ഒബ്സർവേഷനൊക്കെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയറിൻ്റെ റെഗുലാരിറ്റി പാറ്റേണിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ഒബ്സർവേഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ചില ഒബ്സർവേഷൻ ഇപ്പം കൂടുതലായിട്ട് നമ്മൾ ബിഹേവിയറൽ സെൻസിൽ യൂസ് ചെയ്യുന്നത് ഇൻ്റർവ്യൂവും ക്വസ്റ്റനെയേഴ്സ് ആണെങ്കിലും ചില സിറ്റുവേഷൻസിൽ എസ്പെഷ്യലി നാച്ചുറൽ സെറ്റിങ്സിലൊക്കെ നമ്മൾ നാച്ചുറൽ സിറ്റുവേഷനിലുള്ള ബിഹേവിയർ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒബ്സർവേഷനാണ് യൂസ് ചെയ്യുക. സോ അതിൽ വിക്കിൻ്റെ ഈ ഒരു ഡെഫിനിഷൻ നോക്കി വെക്കുക. വിക്കിൻ്റെ അക്കോർഡിംഗ് ടു വിക്ക് 1968 ഒബ്സർവേഷൻ ഇൻക്ലൂഡ് ദ ബ്രോഡ്ലി സെലക്ടിങ് റെക്കോർഡിംഗ് ആൻഡ് എൻകോഡിംഗ് ബിഹേവിയർ എന്നുള്ള ആ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ഇനി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നാച്ചുറൽ സെറ്റിങ്സിലാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് റെഗുലാരിറ്റി റെക്കറൻസ് ഇൻ സോഷ്യൽ ലൈഫിൽ നമ്മൾ ബിഹേവിയറിൽ ഉണ്ടാകുന്ന കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ചസും ആ ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്താണ് പർപ്പസ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ മെയിൻ പർപ്പസ് ഓഫ് ഒബ്സർവേഷൻ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഒബ്സർവേഷൻ ഈസ് ടു ക്യാപ്ചർ ആൻഡ് സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ ആസ് ആക്ച്വലി ഹാപ്പൻ. ഇപ്പോൾ എന്തിനാണ് നാച്ചുറൽ സിറ്റുവേഷനിലുള്ള ബിഹേവിയർ നമ്മൾ പഠിക്കുന്നത്? അപ്പം അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഹ്യൂമൻ ബിഹേവിയർ ആ സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്സർവേഷൻ യൂസ് ചെയ്യുക. സോ ഒബ്സർവേഷൻ ഈസ് ടു ക്യാപ്ചർ ആൻഡ് സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ ആസ് ഇറ്റ് ആക്ച്വലി ഹാപ്പൻ. എങ്ങനെയാണ് ആക്ച്വലി ഹാപ്പൻ ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ് അതിൻ്റെ ഒരു ആ ബിഹേവിയർ ആക്ച്വലി എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ സ്നാപ്ഷോട്ട് കോംപ്രഹെൻഷൻ ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി പേഴ്സൺ ഇൻ റിയൽ ലൈഫ് ഓർ സോഷ്യൽ ലൈഫ്. അപ്പം നമുക്ക് സോഷ്യൽ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നടക്കുന്ന ഇപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ ആക്ടിവിറ്റീസ് ഷോർട്ടായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോരോ ചെറിയ ചെറിയ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് രീതിയിൽ നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ആക്ച്വലി എന്താണോ നടക്കുന്നത് ആ ഒരു ഹ്യൂമൻ ബിഹേവിയർ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ആൻഡ് പേഴ്സണിൻ്റെ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു സ്നാപ്ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോംപ്രഹെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒബ്സർവേഷൻ പ്രൊവൈഡ് എ ഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് റിയൽ ലൈഫ് ദാറ്റ് ക്യാൻ അക്കേർഡ് ഇൻ അതർവൈസ്. സോ ആഫ്റ്റർ ദ ഒബ്സർവേഷൻ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ടീച്ചറുടെ ബിഹേവിയർ ഒരു പർട്ടിക്കുലർ ബിഹേവിയേഴ്സ് ഒബ്സർവ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഇത് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് കാറ്റഗറി ഓൾറെഡി ഉണ്ടാവും. അതിൽ എത്ര ബിഹേവിയേഴ്സാണ് ആക്ടിവിറ്റീസാണ് ചെയ്തു എന്നുള്ളത് ടാലി ആയിട്ടോ ഒക്കെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. അല്ലെ ഫ്രീക്വൻസി ആയിട്ട് ഇപ്പോൾ 2 വട്ടം ചെയ്തു 3 വട്ടം ഇന്ന ബിഹേവിയർ 2 വട്ടം ചെയ്തു 3 വട്ടം ചെയ്തു 4 വട്ടം ചെയ്തു അങ്ങനെ ആ രീതിയിലാണ് എഴുതുക. സോ അങ്ങനെ എഴുതുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ആ ഡാറ്റ ഒക്കെ കിട്ടിയെല്ലാം സെറ്റായി എന്നിട്ട് അതിനെ നമ്മൾക്ക് ഈ ഒരു ഡാറ്റനെ വെച്ചിട്ട് നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മെയിൻലി നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡിൽ ചെയ്യാറുണ്ട്. സോ പ്രൊവൈഡ് എ ഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് റിയൽ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ത്രൂ ഒബ്സർവേഷൻ കിട്ടും എന്നുള്ളതാണ്. And exploration, when investigator observed human behavior in real life settings,
he get a good chance to explore those variables which were important but overlooked. സോ ത്രൂ ഒബ്സർവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന വേരിയബിൾസിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും ഒബ്സർവേഷൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ പർപ്പസ് ഓഫ് ഒബ്സർവേഷനിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് ആക്ച്വലി ഹാപ്പൻ, റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്നുള്ളതും, അതേപോലെ തന്നെ നമ്മൾ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഇവൻറ്റ്സിനെ ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് സ്നാപ്ഷോട്ടുകളുടെ രൂപത്തിൽ കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയൽ ലൈഫ് പോസിബിൾ ത്രൂ ക്യാൻ ബി പോസിബിൾ ത്രൂ ഒബ്സർവേഷനിലൂടെ നമുക്ക് അതും പോസിബിളാണ്. വേറെ നമുക്ക് വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠനം നടക്കുന്ന വേരിയബിൾസിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒബ്സർവേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് എബിലിറ്റി ഓഫ് ഒബ്സർവേഷണൽ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിൻ്റെ എബിലിറ്റി ബേസിൽ മെയിനായിട്ടും 2 കൈൻഡ് ഓഫ് റിസർച്ചാണുള്ളത്. സിസ്റ്റമാറ്റിക് റിസർച്ച് അല്ല, ഒബ്സർവേഷനാണുള്ളത്. അതിലൊന്നാമത്താണ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, രണ്ടാമത്തതാണ് അൺസിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് നോക്കാം. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ഈസ് വൺ വിച്ച് ഈസ് ഡൺ അക്കോർഡിംഗ് ടു സം എക്സ്പ്ലിസിറ്റ് പ്രൊസീജിയർ ആസ് വെൽ ആസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോജിക് സയൻറ്റിഫിക് ഇൻഫറൻസസ്. സോ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കൊരു ധാരണ ഉണ്ട്. ഇപ്പോൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി ഒരു ധാരണ ഉണ്ട്. ഇത് ലൈക്ക് ഇങ്ങനെയൊക്കെ ആവണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പം അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുക. സോ systematic observation is one which is done according to some explicit procedure as well as in accordance with the logic scientific inferences. സോ ഓൾറെഡി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ഇൻഫറൻസും കാര്യങ്ങളും കൺക്ലൂഷനൊക്കെ ഉണ്ടാവും. അതിൻ്റെ ബേസിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഡാറ്റ കളക്ഷനാണ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. ഇത്ര മനസ്സിലാക്കുക, സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് ഇൻഫറൻസ് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് ഇപ്പം ഈ ഒരു സ്റ്റഡിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സാമ്പിളിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി അല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിഞ്ഞ് അവരെക്കുറിച്ചുള്ള ഒരു കൺക്ലൂഷൻ നമ്മളെ ഇൻഫറൻസ് നമ്മളെ കയ്യിലുണ്ടായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിന് ആണ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുക. അൺസിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവോ അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഇൻഫറൻസോ കാര്യങ്ങളോ ഇല്ലാണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് അൺസിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുക. സോ അൺസിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോസൽ ഒബ്സർവേഷൻ മെയ്ഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ വിത്തൗട്ട് സ്പെസിഫൈങ് എനി എക്സ്പ്ലിസിറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ഇൻഫറൻസസ്. എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സോ ഇൻഫറൻസസോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ അൺസ്ട്രക്ചേർഡ് ആയിട്ട് അൺസിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒബ്സർവേഷനെയാണ് അൺസിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുക. ഇനി ഓൺ ദ ബേസ് ഓഫ് റോൾ പ്ലേഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ ഒബ്സർവേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഓൺ ദ ബേസിസ് ഓഫ് റോൾ പ്ലേഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ. അപ്പം ഒരു ഒബ്സർവേഷൻ ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേറ്റർ റോളിൻ്റെ ബേസിൽ അല്ലെങ്കിൽ എന്തൊക്കെ റോളാണ് അല്ലെങ്കിൽ റോൾ ഓഫ് റിസർച്ചറിൻ്റെ ബേസിൽ മെയിനായിട്ടും 2 കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ഉണ്ട്. ഒന്നാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും അതേപോലെ തന്നെ നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും. അപ്പോൾ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ പേരിൽ തന്നെ ഉണ്ട്. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു സെറ്റിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒബ്സർവ് ചെയ്യുന്ന റിസർച്ചറും അതിൽ ഓൾറെഡി ഒരു മെമ്പറായിരിക്കും. ഓക്കെ, സോ ഇൻവെസ്റ്റിഗേറ്റർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗ്രൂപ്പ് ടു ബി ഒബ്സർവ്ഡ്. ഇപ്പം റിസർച്ചർക്ക് ഒരു ട്രൈബൽ ഏരിയാസിൽ അവരുടെ കസ്റ്റത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കൾച്ചറിനെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പം ഈ പഠിക്കുന്ന ആൾ കുറച്ചു കാലം റിസർച്ചറുടെ കൂടെ ഈ
ട്രൈബ്സിൻ്റെ കൂടെ കുറേ കാലം അല്ലെങ്കിൽ ഒരു മാസത്തോളം താമസിച്ച് അവിടെ നിന്ന് അവരുടെ ഇടയിലെ ഒരാളെ പോലെ അല്ലെങ്കിൽ അവിടുത്തെ ഒരാളെ മെമ്പറെ പോലെ അവരോട് പെരുമാറി എന്നിട്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുക. സോ എന്താണോ ഒബ്സർവ് ചെയ്യുന്നത് അതിൽ നമ്മളും പാർട്ടിസിപ്പൻ്റ് ആയിരിക്കുക എന്നുള്ളത്. സോ ഇൻ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ദ ഇൻവെസ്റ്റിഗേറ്റർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദി ഗ്രൂപ്പ് ടു ബി ഒബ്സർവ്ഡ്. നമ്മൾ ഏത് ഗ്രൂപ്പാണോ ഒബ്സർവ് ചെയ്യുന്നത് ആ ഗ്രൂപ്പിലെ ഉള്ള ആക്ടിവിറ്റീസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലെ ആക്ടിവിറ്റീസിൽ ഇൻവെസ്റ്റിഗേറ്റർ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതോടുകൂടി ഒബ്സർവ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ടെക്നിക്കാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ദ ചീഫ് ഫീച്ചർ ഓഫ് ദി സ്ട്രാറ്റജി ഇസ് ടു പവർ ടു ഗെറ്റ് ദ ഇൻവെസ്റ്റിഗേറ്റർ ആസ് ക്ലോസ് ടു ദ ആക്ഷൻ ആസ് പോസിബിൾ. ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പൻ്റ് ഈ ഒരു ഒബ്സർവ് ചെയ്യുന്ന ഗ്രൂപ്പിലെ പാർട്ടായതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേറ്റർക്ക് ഈ ഒരു പർട്ടിക്കുലർ ഏരിയനെ കുറിച്ചുള്ളൊരു ക്ലോസ് ആക്ഷൻ ആസ് പോസിബിൾ. അപ്പം നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങിച്ചെന്ന് പഠിക്കുമ്പോൾ നമ്മളതിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ആ കോൺസെപ്റ്റിനോട് ക്ലോസ് ആയിരിക്കും. സോ ഇൻവെസ്റ്റിഗേറ്റർ ആസ് ക്ലോസ് ടു ദ ആക്ഷൻ ആസ് പോസിബിൾ. നമുക്ക് ഇൻവെസ്റ്റിഗേറ്റർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിൽ എന്താണെന്ന് അതിനെ കറക്റ്റ് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അതിനെയാണ് നമ്മൾ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുക. Then the procedure of participant observation is often unstructured.